ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക്കിൽ തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കേട്ട് ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. അതിന്റെ മക്കളുടെയൊക്കെ ആർത്തി തീരട്ടെ, ഒരാളുടെ ജീവൻ എടുത്തപ്പോൾ ആർത്തി തീരട്ടെ. അതിൽ കറക്റ്റ് വ്യക്തമാണ്. നമ്മളതിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് എഡിറ്റഡ് വേർഷനാണ്. കാരണം ഇവൾക്ക് ഒരു ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, ആ വ്യക്തിയുടെ ദീപകിന്റെ പുറകിൽ പോയിട്ട് ഇവളുടെ മാറത്ത് കൈമുട്ടണം. ആ കൈമുട്ടുന്ന ആ സെക്കൻഡ് 2 സെക്കൻഡ് ആണെങ്കിൽ അത് വീഡിയോയിൽ കിട്ടണം. അതിനെ ഭയങ്കരമായിട്ട് സ്ലോ ആക്കി കിടന്ന് മുട്ടുകൊണ്ട് ഉരസുന്നത് പോലെ അങ്ങോട്ട് ആക്കിയിട്ട് അവള് വെച്ചു. ഇവൾക്ക് ഈ നായിൻ്റെ മൾക്ക് ഇത് തന്നെയാണ് എല്ലാ വിധത്തിലും പണി. ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് ഇത് തന്നെയാണ് പണി. ഇവളുടെ പേര് പറഞ്ഞില്ല, അത് പറഞ്ഞില്ല. ഭയങ്കര സങ്കടമായിരുന്നു സത്യം പറഞ്ഞാൽ. മെയിൻ സ്ട്രീം ചാനൽ കയറി ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇന്നലെ ഇത് ഏറ്റെടുത്ത് ഡിബേറ്റ് നടത്തി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് സന്തോഷമുണ്ട്. ദീപക് മരിച്ചതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പോയി ഈ ഒരു സംഭവം കൊണ്ടെങ്കിലും ഇനി ആണുങ്ങൾക്ക് നീതി കിട്ടട്ടെ. പക്ഷേ മെൻസ് കമ്മീഷൻ പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട്. അതിൽ കുറേയൊക്കെ മിസ്റ്റേക്കുകളുണ്ട്. കാരണം സബാദിനെ പോലുള്ളവരൊക്കെ മാറിയിട്ട് സ്വീകരിക്കുന്ന അതൊക്കെ കൊണ്ടാണ് മെൻസ് കമ്മീഷനോട് നമുക്ക് ചെറിയൊരു എതിർപ്പുള്ളത്. പക്ഷേ എന്നാലും മെൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ്. പക്ഷേ ഇതൊരു മനുഷ്യാവകാശ ലംഘനം നടന്നിരിക്കുകയാണ്. ഇതെന്തായാലും ഇത് അവളെ തൂക്കണം. കുറച്ചു കാലം അവളെ അകത്ത് കിടക്കണം. ഇപ്പൊ ജാമ്യമില്ലാ വകുപ്പിലാണ് ആ നായിൻ്റെ മുകളിൽ പോയി കിടക്കണത്. ഇനി അവൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് കേസ് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മാങ്ങാത്തോലിയും വന്നാലും പ്രശ്നമില്ല. പക്ഷെ അവളിനെ ശരിക്കും അവളെ അകത്ത് കിടക്കണം. അവളിപ്പോൾ പ്രൈവറ്റ് ആക്കിയിട്ട് അവൾ ഒളിച്ചോടിയിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് ലൈക്കും ഷെയർ അണ്ണാക്കിലിട്ട് കിട്ടി. പല തന്തയ്ക്കുണ്ടായ അവൾക്ക് അണ്ണാക്കിലിട്ട് അങ്ങോട്ട് കിട്ടി. ഇപ്പോൾ ലൈക്കും ഷെയറും ഇപ്പം നല്ലോണം ലൈക്കും ഷെയറും വാങ്ങിച്ച് കൂട്ടുന്നുണ്ടല്ലോ അവള്. അതായത് ഇവള് ഇങ്ങനത്തെ മഹാപിഴയായിട്ട് നടക്കണം അവൾക്ക് ഇത് തന്നെ ഒരു പണി. ഇത് തന്നെയാണ് അവൾക്കൊരു പണി മെയിനായിട്ട്, വേറൊന്നുമല്ല. ഇത് തന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടറിയാം. ഒരു മുട്ടായി പഠിക്കണമെന്നും അവള് എല്ലാ കാര്യം വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പെണ്ണാണ്. അവൾക്ക് ഇതുപോലൊരു കണ്ടന്റ് കിട്ടിയപ്പോൾ ഇവൾക്ക് അന്നത്തെ ചെയ്യാലോ. വേറൊരു പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് ആളുകൾ ഇവള് പോയി നിന്ന് കൊടുത്താണെന്നുള്ള പറയുന്നത്. അപ്പോൾ വേറൊരു പെൺകുട്ടിയെ ചെയ്തെടുക്കുമ്പോൾ അതും എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല? ഫ്രണ്ട് ക്യാമറ ഇട്ട് വീഡിയോ എടുക്കാമല്ലോ അവൾക്ക്. ഇതുപോലെ ബാക്ക് ക്യാമറ ഇട്ട് വീഡിയോ എടുക്കാമല്ലോ. ഇതുപോലെ ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ആംഗിളിലെടുത്ത് ഇങ്ങനെ ആദ്യം മുട്ടി ഇടിച്ചില്ല കണ്ടപ്പോൾ അയാളുടെ പുറകിൽ പോയി നിന്നിട്ട് എങ്ങനെയെങ്കിലും അയാൾ പോയിട്ട് അയാളുടെ കയ്യിൽ ബാഗ്. ആ ബാഗ് ഇങ്ങനെ തൂക്കുമ്പോൾ നമ്മൾ ഈ 2 കൈ തൂക്കുമ്പോൾ എന്തായാലും മുട്ട ഇളകില്ലേ? ആ ഇളകിയ സംഭവമാണ്. ഇന്നലെ നമ്മൾ കൂടുതലായിട്ട് ഇത് കാണുമ്പോഴാണ് ആ ബാഗ് നമ്മൾ വെയിറ്റുള്ള സാധനം തൂക്കുമ്പോൾ ഈ സാധനം അവളുടെ മാറിൽ പോയി അരച്ചു. അത് അയാൾ മനഃപൂർവ്വം അല്ല. അത് വ്യക്തമാണ്. ഓരോരുത്തവർ അതിനെ കറക്റ്റായിട്ട് കാണിച്ചു തരുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴേ അറിയുന്നത് വ്യക്തമാണ്. അപ്പോൾ ഇവളുടെ അവിടെ കൊണ്ട് ഉരച്ചിട്ട് ഇവളുടെ കടിയും തീർക്കണം, ഇവൾക്ക് റീച്ച് ഉണ്ടാക്കണം. അതാണ് ഇവളുടെ മെയിൻ ഉദ്ദേശം. എന്തായാലും കേസെടുത്തത് ഇഷ്ടപ്പെട്ടു. കേസെടുത്ത് ഇവളങ്ങോട്ട് അകത്ത് കിടക്കണം. അങ്ങനെ അവളെ വിട്ടിട്ട് നിലത്തിട്ട് കൊണ്ട് ഉരയ്ക്കണം മുഖം. അങ്ങനെ അങ്ങോട്ട് ചെയ്യണം. അവളിനെ ഈ ഒരു മനുഷ്യൻ ജീവന്റെ വില എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ആ അച്ഛനും അമ്മയ്ക്കും ആ ഏക അത്താണിയാണ് അല്ലേ? ഇനി ആ അച്ഛനും അമ്മയും എങ്ങനെ ജീവിക്കും? അത് അറിഞ്ഞിട്ടുണ്ടോ? അവളെ കണ്ടിട്ടുണ്ടോ? ഇവൾക്ക് ഇത് തന്നെ പണി. ഇവളുടെ ഏതൊക്കെയോ വീഡിയോ ആരൊക്കെ കുത്തിപ്പൊക്കിയിട്ട് വരുന്നുണ്ട്. ഇവൾക്ക് അത് തന്നെ പണി. ഇവളുടെ നാട്ടിലുള്ള ആളുകൾ പോലും ഇവളെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ഇടയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കേൾക്കാം. അറിയില്ല അത് എങ്ങനെയാണെന്ന് അറിയില്ല. അതൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ എല്ലാവർക്കും ഇവളെക്കുറിച്ച് ഇവളുടെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും മോശം അഭിപ്രായമാണ് ഇവളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവള് മുസ്ലിം ലീഗിന്റെ മെമ്പറായിരുന്നു, ജയിച്ച് ജനപ്രതിനിധിയൊക്കെ ആയി വന്ന പെണ്ണാണല്ലോ. അപ്പൊ ഇവളെ അവിടെയുള്ളവർക്ക് പോലും ഇഷ്ടമല്ല. എന്താണ് ഇവളുടെ ഈ ചെറ്റത്തരവും തെണ്ടിത്തരവുമാണ്. അതുകൊണ്ട് ഇവളെ എന്തായാലും എങ്ങനെയെങ്കിലും, പക്ഷെ എന്താണ് നമ്മുടെ സംവിധാനം മോശമായി പോയി. കാരണം എന്ന് ചോദിച്ചാൽ ആള് പോയി, ഒളിവിൽ പോയി. ഇനി കിട്ടില്ല. മുൻകൂർ ജാമ്യം എടുത്തിട്ടേ വരാൻ പറ്റുള്ളൂ. ഇതിന് ജാമ്യം കിട്ടാതിരിക്കില്ല. അതാണ് സംഭവം. ആ ഒരു ദീപക് മരിച്ച ഒരു വീഡിയോ ഇടുക, അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിച്ചതാണെങ്കിൽ ഇവളെ അകത്ത് അപ്പോൾ തന്നെ ഇടാമായിരുന്നു. അതും ചെയ്തില്ല, അതും പറ്റിയില്ല. പുള്ളിക്ക് ഇതൊന്നും താങ്ങാനുള്ള ഓരോ മനുഷ്യന്മാരും ഓരോ രീതിയല്ലേ. ഇതൊന്നും താങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിൽ, നമ്മളുടെ ഉള്ളിൽ ഒരു ഇതിരിക്കുന്നുണ്ട്, ഒരു ദുഷ്ട ഇതിരിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സംഭവം ഇതാവുമ്പോൾ നമുക്ക് ഫസ്റ്റ് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്ന ഒരു ടെൻഡൻസി എല്ലാവരുടെ മൈൻഡിലുണ്ട്. ചില ആളുകളുടെ മൈൻഡിലില്ല, പക്ഷെ ചിലവർക്കുണ്ട്. അതായത് ആത്മാഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ പേരുണ്ട്.
അവർക്ക് ഈ ആത്മാഭിമാനം നഷ്ടപ്പെടുമ്പോൾ അത് ഈ ആത്മാവ് മരിക്കുന്നതിന് തുല്യമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ പുള്ളി അധികം ആളുകളോട് കൂടുതലായിട്ട് കോണ്ടാക്ട് വെച്ച് തൊലിക്കട്ടിയായിട്ട് ജീവിക്കുന്ന ആളല്ലെന്ന് കേൾക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ജീവിക്കാൻ തോന്നും? കുറേ പേര് പറയുന്നുണ്ട് എന്തിനു മരിച്ചു എന്ന് പറയുന്നുണ്ട്. മരിക്കാൻ ഇതൊക്കെയാണ് അവസ്ഥ. ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ തോന്നാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽപ്പെട്ട ഒരാളായി പോയി പുള്ളിക്ക്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകി നല്ല തൊലിക്കട്ടിയോടെ സംസാരിച്ച് എല്ലാവരും സംസാരിക്കുന്ന പോലെ ജീവിക്കാനുള്ള കഴിവില്ല, അത്രയ്ക്ക് തൊലിക്കട്ടി ഇല്ല. അതുകൊണ്ട് ആൾ മരിച്ചുപോയി. അതാണ് സൂയിസൈഡ് ചെയ്യാനുള്ള മെയിൻ കാരണം. അങ്ങനെ ഒരുപാട് എനിക്ക് അനുഭവങ്ങളുണ്ട്. ആത്മാഭിമാനം നഷ്ടപ്പെടുമോ എന്നോ തോന്നിയിട്ട് ജീവനൊടുക്കിയിട്ടുണ്ട്. ആ ജീവനൊടുക്കിയ വേദന എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടാലോ എന്ന് പറഞ്ഞിട്ട് അബദ്ധം ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ആള്. മനസ്സിലായില്ല? അബദ്ധം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാ ഈ കാര്യത്തിന് ചെയ്ത് എന്ന് നമ്മൾ മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന്. പക്ഷെ അത് നഷ്ടപ്പെട്ടാലുള്ള കാര്യം ആലോചിച്ചിട്ട് ചെയ്തു പോയതാണ്. പോയി എന്ത് ചെയ്യാൻ പറ്റും? ആ കുടുംബത്തിന് പോയി. അതാണ്. അപ്പം ഇവളെയൊക്കെ